തീർത്ഥയാത്രയായിരുന്നു. ഭൂതകാലത്തിൻ്റെ ഇരുളിൽ നിന്നും ചരിത്രത്തിലെ ഉജ്ജ്വല മുഹൂർത്തങ്ങൾ പുനർജനിച്ച് വർത്തമാനത്തിൻ്റെ വെണ്മയിലേക്ക് ഇറങ്ങി വന്നതുപോലെ കാണികളിൽ അത് ആവേശവും ഭാവിയെക്കുറിച്ച് പുത്തൻ പ്രതീക്ഷകളും ഉണർത്തി. ഫെബ്രുവരി 5 വൈകിട്ട് പ്രദർശന നഗരിയിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകൻ ഹർഷ് മിന്ദർ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. Denial of religious faith. In India, it has always meant something very different. It has meant equal respect for every faith. ഇന്ത്യയുടെ ചരിത്ര വർത്തമാനങ്ങളുടെ ഈ വിസ്മയ കാഴ്ചകളിലേക്ക് പിന്നീട് അങ്ങോട്ട് നിലയ്ക്കാത്ത ജനപ്രവാഹമായിരുന്നു. ദൂരദിക്കുകളിൽ നിന്ന് പോലും സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും അധ്യാപകരും പ്രദർശന നഗരിയിലേക്ക് ഒഴുകിയപ്പോൾ കോഴിക്കോട് പട്ടണം ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ സമ്മേളനമായി മാറി. ശരിക്കും കുറേ വർഷങ്ങൾക്ക് കൊണ്ട് നമ്മുടെ കുറേ സ്വപ്നങ്ങളായിരുന്നു ഈ ശരിക്കും ഇതിലൂടെ അനുഭവപ്പെടുന്നത്. കാരണം പഴയ കാലത്ത് മുസ്ലിങ്ങളുടെ ഒരു ആവിർഭാവം, അതായത് ശരിക്കും പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പ്രതാപ കാലഘട്ടം നമ്മൾ കണ്ടപ്പോൾ ഒരു അഭിമാനബോധം ഉണ്ടാകുന്നു. പിന്നീട് റിക്ഷ വലിക്കുന്ന ചരിത്രത്തിലേക്ക് അതപ്പതിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഫീലിംഗ്. പിന്നെ തിരിച്ചൊരു പുതിയ ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പ്രതീക്ഷയുടെ ഒരു മുൻഗണനകളാണ് നമുക്ക് ശരിക്കും. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് തലമുറകളിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഇതുവരെ നടന്ന നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ വളരെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് അവിടെ പിന്നെ ഓരോ സംഗതികളും കാണിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഖത്തറിൽ നിന്നാണ് വരുന്നത്. ഇപ്പം നേരിട്ട് വന്നതാണ്, വീട്ടിൽ പോയിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. മീഡിയയിലൂടെയും മറ്റും കാണാൻ കഴിയാത്തതും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നു. There is a history of Islamic culture, the history of Islamic culture. It is shown the one way of Islamic culture. So you want to, we are struggled a lot in last few past. Struggled a lot. You want to improve the future. You want to improve in study and knowledge wise.